ആരാണ് വി ഡി സതീശൻ? കേക്കച്ചന്റെ യഥാർത്ഥ മുഖം സിമി റോസ്ബൽ ജോൺ അനാവരണം ചെയ്യുന്നു. സിമി റോസ്ബൽ ജോണിനെ ഓർമ്മയില്ലേ? വി ഡി സതീശനെയും അദ്ദേഹത്തിന്റെ കളങ്കിതപ്പടയെയും പൊതുസമൂഹത്തിന് മുൻപിൽ പച്ചയ്ക്ക് വലിച്ചു കീറിയ സിമി റോസ്ബൽ ജോൺ. വി ഡി സതീശന്റെ വെട്ടിച്ചുമക്കാത്ത, താളത്തിനൊത്തുള്ളാത്ത സകലരെയും വെട്ടിനിർത്തുന്ന ഈ ഒതുക്കേസിനെ കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയ സിമിയെ 2024 സെപ്റ്റംബറിൽ വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സിമി വളർന്നു വന്നാൽ നാളെ തനിക്കും തൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നവർക്കും പാരയാകും എന്ന് കരുതി തന്നെയാണ് കാലേക്കുട്ടി സിമിയെ ഒതുക്കിക്കളഞ്ഞത്. ആ സിമി റോസ്ബൽ ജോൺ ITV ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിൽ കഴിഞ്ഞ 37 കൊല്ലമായി തനിക്കറിയാവുന്ന കേക്കച്ചനെ അനാവരണം ചെയ്യുവാൻ പോകുകയാണ് നാളെ മുതൽ. മിഷൻ 60യുടെ 37ാം ദിനമായ നാളെ മുതൽ 3 എപ്പിസോഡുകളായി ആ വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും. കേക്കച്ചൻ ഭയക്കുന്ന, തനിക്ക് പാരയാകുന്നതിന് മുമ്പേ വെട്ടിമറിച്ച ആ സിമി ജോൺ ആരാണെന്ന് നമ്മൾ ആദ്യം അറിയണം. നല്ലൊരു കുടുംബ പശ്ചാത്തലമുള്ള കഴിവുള്ളവരെ കേക്കച്ചൻ കൂടെ കൂട്ടില്ല, ഒതുക്കിക്കളയും എന്ന് പറയുന്നത് എത്രയോ സത്യമാണെന്ന് സിമിയുടെ ഈ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തേവരയിലെ പ്രമുഖ ലാറ്റിൻ കാത്തലിക് കുടുംബാംഗവും HMD ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ചക്കാലക്കൽ CC ജോണിന്റെ മകളുമാണ് സിമി റോസ്ബൽ ജോൺ. മലയാള മനോരമ ബാലജന സഖ്യത്തിലൂടെ വളർന്നു വന്ന സിമിയെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് അന്തരിച്ച PT തോമസ് ആയിരുന്നു. നേതൃത്വശേഷി കൊണ്ടും സംഘടനാ പാഠവും കൊണ്ടും സിമിയുടെ വളർച്ച പലരുടെയും ഉറക്കം കെടുത്തി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, MG യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നീ നിലകളിൽ തിളങ്ങി. ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ ഇന്റർവ്യൂ ചെയ്ത് ശ്രദ്ധേയയായി. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ നിരീക്ഷകയായി. KPCC ശാസ്ത്രവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, 20 കൊല്ലം 2 ടേമുകളിലായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, AICC മെമ്പർ, KPCC എക്സിക്യൂട്ടീവ് അംഗം, KPCC എലക്ടഡ് മെമ്പർ, PSC മെമ്പർ തുടങ്ങിയ പദവികൾ വഹിച്ച സിമിയെയാണ് ഒതുക്കീസൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ചെറിയ വള്ളിച്ചെടി പറിച്ചു കളയുന്നത് പോലെ പാർട്ടിയിൽ നിന്നും എടുത്ത് പറിച്ചു കളഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതുപോലെയുള്ളവർ വളർന്നു വന്നു കഴിഞ്ഞാൽ തൻ്റെ ഒരു പരിപാടികളും നടക്കില്ല, തൻ്റെ പെട്ടിപിടിക്കാനും മുന്നിൽ മുട്ടുകുത്താനും ഇവരെ കിട്ടുകയുമില്ല. നാളെ മുതൽ 3 എപ്പിസോഡുകളായി ITV ന്യൂസിലൂടെ സിമി റോസ്ബൽ ജോൺ കഴിഞ്ഞ 37 വർഷമായി തനിക്കടുത്തറിയാവുന്ന ഈ വി ഡി സതീശനെ കുറിച്ച് വെളിപ്പെടുത്തും. മണി ചെയിൻ തട്ടിപ്പിന് ഞങ്ങളെ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ പുറകെ നടന്ന ഒരാൾ. അന്ന് സ്വർണത്തിന് 2000 രൂപ വിലയുള്ള കാലത്താണ് ഇദ്ദേഹം 2000 രൂപയുടെ മെമ്പർഷിപ്പായിട്ട് വരുന്നത്. അതൊരു ബോംബെ ബേസ്ഡ് തട്ടിപ്പ് കമ്പനിയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പേരുടെ പൈസ പോയി. ഇദ്ദേഹം ഹൈക്കമാൻഡിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത്. ഈ ജില്ലയെ തന്നെ വെട്ടി നിർത്തിയതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പ്രഗത്ഭരായ നേതാക്കളെ എല്ലാം വെട്ടി നിർത്തിയിട്ടുണ്ട്. ആന്റണിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അദ്ദേഹം വി ഡി സതീശന്റെ പല്ലടിച്ചു കൊടുത്ത അടിയല്ലേ അത്. ഇതിൽപ്പോ ഒരു നാണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വന്തം കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് എത്ര പിറന്നാളിന്, അതിന് 28 or 29 വയസ്സായിട്ടുണ്ടാവും. ഇപ്പം എത്ര പിറന്നാളിന് ഈ അച്ഛൻ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ഈ സിനിമാ നടി രാഹുൽ ഗാന്ധിയുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടപ്പോൾ ഞങ്ങൾ ഈ കേക്കച്ചൻ്റെ ഈ എന്താ പറയുക, ഈ ആഴത്തിലുള്ള ഈ പുത്രി സ്നേഹത്തെക്കുറിച്ച് പുറത്തൊക്കെ ഞങ്ങളൊക്കെ MLA ആവുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ടാക്കീസിൻ്റെ മുമ്പിലുള്ള ഒരു വീടുണ്ട്, അതൊന്നും സതീശൻ മറന്നു പോകരുത്. അയ്യപ്പ ടാക്കീസിൻ്റെ അടുത്തുള്ള, ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള, നെട്ടൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു വീടുണ്ട്. മുകളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് എടുക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു വെർബൽ അബ്യൂസ് ചെയ്തതിന്റെ റെക്കോർഡ് തരാമെന്ന് പല ചാനലുകാരും പറഞ്ഞിട്ടുണ്ട്. പരസ്യമായിട്ട് എന്നെ അപമാനിച്ചത് ഓൾറെഡി ഉണ്ട്. കേസ് കൊടുക്കാൻ ഒത്തിരി പേരാ എന്നെ നിർബന്ധിക്കുന്നത്. മനസ്സിലായോ? ഒരുപാട് പേര്. ഇയാൾ ആരാന്ന് എന്നെ വെർബൽ അബ്യൂസ് ചെയ്യാനായിട്ട്? ഇയാൾ ആരാ? ഞാൻ ഇയാളുടെ ചെലവിൽ ജീവിച്ചിട്ടുണ്ടോ? ഒരു കോട്ടിട്ട് ബ്ലൂ കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് കേക്ക് വായിച്ചു കൊടുക്കുന്നു. സതീഷിൻ്റെ ബർത്ത്ഡേക്ക് ഷിയാസിൻ്റെ ഒപ്പം ബർത്ത്ഡേക്ക് ഭാര്യയ്ക്കും കുഞ്ഞിനും അല്ല, സ്വന്തം കുഞ്ഞിനും അല്ല കൊടുക്കുന്നത്, ഈ കുട്ടിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നു. പിന്നെ വേറൊരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ 3 കേക്ക് മുറിക്കൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് പേര് എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പം എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് സ്വാഭാവികമായിട്ടും കേരള ജനത ചിന്തിക്കുമല്ലോ. പിന്നെ ഈ സതീശൻ അറിയാതെ ഈ കുട്ടി എന്തായാലും വരില്ലല്ലോ പറയാൻ. പിന്നെ ഈ കുട്ടിയുടെ പരാതി ഇങ്ങനെ 3 വർഷം പോക്കറ്റിലിട്ടിട്ട് നടന്നത് എന്തിനായിരുന്നു? ഞാനൊരു ക്രിസ്ത്യൻ വനിതയാണ്. ഞാൻ പറയുകയാണ്, VD സതീശൻ നേടിയതെല്ലാം കാലത്തിൻ്റെ കാവ്യനീതി അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിൽ അടിവേരുകൾ, ആ വേരുകളെ വെട്ടിമുറിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ നീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ മുതൽ VD സതീശന്റെ പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറും എറണാകുളം മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും VD സതീശന്റെ സകല തരികടകളും കഴിഞ്ഞ 47 വർഷമായി അറിയാവുന്ന PS രാജേന്ദ്ര പ്രസാദ് സതീശന്റെ സകല തരികടകളും ITV ന്യൂസിലൂടെ വെളിപ്പെടുത്തും. 91 കാലഘട്ടത്തിൽ പറവൂര് മണി ചെയിനായിട്ട് വന്നു. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ദാരിദ്ര്യമുള്ളൊരു കുടുംബമായിരുന്നു. സതീശൻ്റെ ഒരു അർത്ഥ ദാരിദ്ര്യമെന്ന് പറയാം. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറവൂർ മണി ചെയിനായിട്ട് വന്നു. ഒരു 12,000 പേരെ അവിടെ ചേർത്തതിന് ശേഷം ചെയിൻ പൊട്ടിച്ച് മുങ്ങി. ബോംബെ ബേസ് കമ്പനിയാണ് ഇത് നടത്തുന്നതെന്നാണ് അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബോംബെയിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല, ഒരു തട്ടിപ്പ് കമ്പനിയായിരുന്നു. അതറിയണത് 20 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. 4 വർഷം കഴിഞ്ഞതോടുകൂടി സതീശൻ ഒരു അഹങ്കാരത്തിൻ്റെ രൂപമായിട്ട് മാറി. കാരണം ഈ 4 വർഷക്കാലം കൊണ്ട് അന്നത്തെ സിവിൽ സപ്ലൈ മന്ത്രിയായിരുന്ന കാർത്തികേയൻ്റെ പിൻപറ്റി നിന്ന് കേരളത്തിലേക്കുള്ള പർച്ചേസ് മുഴുവനും സതീശനെ ഏറ്റെടുത്ത് ഒരു 500 കോടിക്ക് മേളിൽ കമ്മീഷൻ സതീശൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. വിദേശത്ത് പോയി ബിസിനസ് നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മേനോനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഞാനിപ്പോൾ വിട്ടുപോയി. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് എൻട്രി കൊടുക്കുന്നത് വിദേശത്ത്. ഇപ്പോൾ ദുബായിലും ഖത്തറിലും ഒക്കെ അവനെ ഒരുപാട് ഇന്നൊരു 2,000 കോടിയുടെ ആസ്തിയുണ്ട് സതീശന്. ഞങ്ങളിത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബിനാമിക്ക് തന്നെ ഉണ്ട് ഒരു 200 കോടി രൂപ. സതീശൻ 2011 പുള്ളി മന്ത്രിയാവാൻ ശ്രമിച്ചു. പക്ഷെ അത് ഉമ്മൻചാണ്ടി തടയാൻ കാരണം സതീശന് അന്നൊരു പേര് പറയാം, കാമുകിയുടെ പൊസിഷൻ ഞാൻ പറയൂല, പിള്ള എന്ന് പറഞ്ഞൊരു കാമുകിയ ഉണ്ടായിരുന്നു. ആ കാമുകിയെ വിവാഹം കഴിക്കാനായിട്ട് സതീശൻ തീരുമാനിക്കുകയാണ്. ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ആലുവ പാലസിൽ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങളെങ്ങനെ ഭാര്യയും മക്കളും ഉള്ള സമയത്താണ് ഈ ബന്ധം. അതെ, 2010 തുടങ്ങിയതാണ്. അപ്പം ഉമ്മൻചാണ്ടിയെ വന്ന് കാണുകയാണ് ഭാര്യയും മകളും. എൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച് ഇങ്ങനെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ പോകണം. ഉമ്മൻചാണ്ടിയാണ് ഇടപെട്ടത്, തടഞ്ഞത്. സരിതയുടെ വിഷയം ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയല്ല ഓപ്പറേറ്റ് ചെയ്തത്. 2ാം ഘട്ടം മന്ത്രിയാവാൻ കഴിയാതെ വന്ന ഗണേശും VD സതീശനുമാണ്. സരിത കേസിൻ്റെ അതായത് റെഡിയാക്കി അവരുടെ കയ്യിൽ ഇട്ടുകൊടുത്തത് ഗണേശനും ഇപ്പോഴത്തെ മന്ത്രി ഗണേശനും ഈ VD സതീശനുമാണ്. രാഹുൽ മങ്കട്ടത്തിൻ്റെ കേസിൽ രാഹുലിനെ വെട്ടിയത് ഷാഫിനെ വെട്ടാൻ വേണ്ടിയാണ്. സതീശൻ ആരോടും അനുമതി വാങ്ങാതെ വിദേശത്ത് പോയിട്ട് വ്യാപകമായി പിരിവ് നടത്തി. ആ പിരിവ് നടത്തിയാൽ 1 രൂപ പോലും പുനർജനി പദ്ധതിക്ക് വേണ്ടി അവിടെ ചെലവഴിച്ചിട്ടില്ല. ഒരു വീട് VD സതീശൻ പിരിച്ച പൈസയും കൊണ്ട് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സതീശൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാം. VD സതീശൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശ്വരൻ്റെ ഭാര്യ പറഞ്ഞ വീഡിയോ കണ്ടാൽ സതീശൻ എന്താണെന്ന് മനസ്സിലാവും. കേരളം കണ്ട അഴിമതി വീരന്മാരിൽ ഒന്നാമൻ, പെണ്ണുപിടിയിൽ ഒന്നാമൻ, സാമൂഹ്യ വിരുദ്ധനാണ്. രാത്രിയായ മദ്യപാനം. ഈ അടുത്ത കാലം വരെ എറണാകുളം വളഞ്ചമ്പലത്ത് ഒരു ശശികല എന്ന് പറഞ്ഞ സ്ത്രീ 8 മണി കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ഫോണിങ് സെക്സാണ് വിളിയായിരുന്നു. അങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് ഇവനൊരിക്കലും. രാഹുൽ VD സതീശനെ പോലെ വൃത്തികെട്ടവനല്ല. ഈ പെൺകുട്ടി സതീശനായിട്ട് ഒരു വളരെ 10-13 വയസ്സ് മുതലുള്ളൊരു അടുപ്പമാണ്. ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണ് 10-28 വയസ്സ്. 10-15 കൊല്ലം ഇപ്പം സതീശൻ്റെ ചെല്ലും ചെലവിൽ സതീശനാണ് അവളെ സ്പോൺസർ ചെയ്യണത്, ആ പെൺകൊച്ചിനാണ് പറഞ്ഞു. അപ്പം സതീശൻ പറയണ കേട്ടിട്ടാണ് ഈ വെടി പൊട്ടിച്ചത്. സതീശനെ ഏതെങ്കിലും രീതിയിൽ എതിർത്താൽ അവനെ വെച്ചിരിക്കില്ല. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായതോടുകൂടിയാണ് എല്ലാവർക്കും ഭയപ്പാടായത്. അതിന് പ്രതീക്ഷിക്കാതെ ഇപ്പോൾ 21 MLA മാരിൽ 4 പേരുടെ പിന്തുണ ഉണ്ടായുള്ളൂ.
അത് നമ്മുടെ മറ്റേ ദുബായിലെ ഫ്ലോറ ഹോട്ടലിൽ വെച്ചൊരു വലിയൊരു ഗൂഢാലോചന നടന്നു. അവിടെയാണ് ശരിക്കും പ്രതിപക്ഷ നേതാവിനെ അട്ടിമറിക്കണത്. ഈ സതീശനെ വെച്ചുകൊണ്ട് ഇനി ഒരു ഇലക്ഷൻ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ല. ഇപ്പം ടീം യു ഡി എഫ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഈ യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് സതീശനിലൂടെ വിശ്വസിച്ച് നിൽക്കും കേരളത്തിൽ? സ്വന്തം ചങ്കിലുണ്ടായിരുന്ന ഷാഫിയും രാഹുലുമാണ്. ആ രാഹുലിനെയാണ് ഒരു സുപ്രഭാതത്തിൽ വെട്ടിക്കൂട്ടിയത്. ഇനി ഇവൻ ആര് വിശ്വസിക്കും? കേക്കച്ചനാണ് ഈ മന്ത്രവാദത്തിൻ്റെ കൂടാത്രത്തിൻ്റെ ആള്. ഈ സുധാകരന് പറ്റിയത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല, സതീശനേക്കാളും ആരോഗ്യമുണ്ട്. ഇപ്പോഴും സതീശനേക്കാളും ആരോഗ്യമുണ്ട്. നീണ്ടു നേർ നിൽക്കാനും സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവനല്ലേ രോഗിയാക്കിയത്. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 37ാം ദിനമായ നാളെ മുതൽ ഞങ്ങൾ ഈ വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ്. മറക്കാതെ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കേണ്ട, നാളെ മുതൽ കേക്കച്ചൻ്റെ ആ ഐസിങ് നമ്മളങ്ങ് ഇളക്കി തുടങ്ങുകയാണ്. കാത്തിരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.